സർവലോകാധിപ നമസ്കാരം, സകല സൃഷ്ടികർത്ത നമസ്കാരം, ധര കടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം, ധര കടൽ ജീവൻ വാനവും സൃഷ്ടിച്ച ദയപരപിതാവേ നമസ്കാരം, തിരു അവതാരം നമസ്കാരം, ജഗതി രക്ഷിതാവേ നമസ്കാരം, ധര തന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം, ധര തന്നിൽ മനുഷ്യർ ജീവനെ വരിപ്പാൻ തരു തന്നിൽ മരിച്ചോ നമസ്കാരം, പരിശുദ്ധ ആത്മാ നമസ്കാരം, പരമസൽ ഗുരുവേ നമസ്കാരം, അരുവിയായി അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം, അരുവിയായി അടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം, തൊഴിലുള്ളോ നമസ്കാരം, ത്രിയേകനാഥ നമസ്കാരം, കർത്താധികർത്ത കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം, കർത്താധികർത്ത കാരുണ്യക്കടലേ പ്രപഞ്ചത്തിൻ പിതാവേ നമസ്കാരം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളേവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവിടുന്ന് അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവിടുന്ന് അതിനെ ഉറപ്പിച്ചു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, അവിടുന്ന് അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. അവിടുന്ന് ആകാശത്തെയും സ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും സൃഷ്ടിച്ചു. അവിടുന്ന് അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം അവിടുത്തെ നമസ്കരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, സകല സൃഷ്ടികളുടെയും ഉടമയായിരിക്കുന്ന നാഥ, ഈ വിശുദ്ധ ദിനത്തിൽ ഞങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് അങ്ങയെ സ്തുതിക്കുമ്പോൾ ഈ ആരാധനയിൽ യഥാർത്ഥമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ ഈ ലോകം കടന്നു പോകുമ്പോൾ അങ്ങയുടെ സൃഷ്ടി എന്ന രീതിയിൽ യഥാർത്ഥമായിട്ടുള്ള വിനയപ്പെടലോടുകൂടെ ഈ ആരാധനയിലൂടെ കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ അവിടുന്ന് വിനയമുള്ളതാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന അനേകരുടെ ജീവിതത്തിന് ആശ്വാസമായി തീരുവാൻ കർത്താവെ അവിടുത്തെ സാന്നിധ്യം ഈ ആരാധനയിൽ അനുഭവിപ്പാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും സമാധാനമില്ലാത്തവർക്ക് സന്തോഷവും, കർത്താവെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലായിരിക്കുന്നവർക്ക് സമാധാനത്തിൻ്റെ അനുഭവം ഉളവാകുന്ന ആരാധനയായി ഈ ആരാധന ദൈവം അവിടുന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന തുടങ്ങുന്ന നിമിഷം മുതൽ അവസാനിക്കുന്ന നിമിഷം വരെ പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവ നാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 77-ാമത്തെ ഗീതം നമുക്ക് ആലപിക്കാം. ദേവ ത്രിയേക യഹോവ, 77-ാമത്തെ ഗീതം. ദേവത്രിയേക യഹോവ, താനിൻ ആത്മനെ ദേവാ, യേശുവിൻ നാമത്തിൽ എൻ ആത്മം ജീവിച്ചിടാ.
ചെയ്ത പോരുന്നു പെന്തക്കോസ്താത്മനേ. ചത്തവർ ജീവിച്ചിടാനും ചാകാറായോർ പിഴപ്പാൻ ചാകാഞ്ഞോർ ശക്തിപ്പെടാനും താദേവ ജീവാത്മനേ താതാപരാധി നിൻ ആത്മാവിനെ വാഗ്ദത്തം ചെയ്ത പോരുന്നു പെന്തക്കോസ്താത്മനേ. കൽനെഞ്ചിടക്കി പാപങ്ങൾ വേരോടെ വച്ചിടാനും നിൻ വചനം ഹൃദിതം നീ നൽനീലം പോൽ വിളയാ താതാപരാധി നിൻ ആത്മാവിനെ പോരുന്നു പെന്തക്കോസ്താത്മനേ. പാപത്തിനു മരിപ്പാനും ക്രിസ്തുവിൽ ജീവിപ്പാനും ക്രിസ്തുവോടു കുഴിച്ചിട്ടു കൂടെ ഉയർത്തിടാനും താതാപരാധി നിൻ ആത്മാവിനെ വാഗ്ദത്തം ചെയ്ത പോരുന്നു പെന്തക്കോസ്താത്മനേ. ക്രിസ്തുവിൻ സ്നേഹത്തെ ഓർത്തു ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ ക്രിസ്തുവിൻ വാക്കുകൾ കേട്ടു ക്രിസ്തുവിൻ പിന്നടപ്പാൻ താതാപരാധി നിൻ ആത്മാവിനെ വാഗ്ദത്തം ചെയ്ത പോരുന്നു പെന്തക്കോസ്താത്മനേ. സ്തുതിലിത്താനികൾ 4-ാം പുറം 2-ാം ഭാഗം. സ്തുതിലിത്താനികൾ 4-ാം പുറം 2-ാം ഭാഗം. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സർവഭൂമിയും തിരുസന്നിധിയിൽ മൗനമായിരിക്കട്ടെ. ബഹുമാനവും തേജസ്സും തിരുമുമ്പിലും ബലവും ശോഭയും അവിടുത്തെ വിശുദ്ധ മന്ദിരത്തിലും ഉണ്ട്. ഞാനോ അങ്ങയുടെ കൃപയുടെ ബഹുത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കും.
അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതും ഇല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ, എന്നാൽ എന്റെ വായ് അങ്ങയുടെ സ്തുതിയെ വർണ്ണിക്കും. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ വാക്കിനാൽ എല്ലാം സൃഷ്ടിക്കപ്പെട്ടു. അവിടുത്തെ ശരീരത്താലും രക്തത്താലും സകല സൃഷ്ടിയെയും വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും അനുതാപപൂർവം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനുമായി നാം ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്നുവല്ലോ. അതുകൊണ്ട് വിശുദ്ധ ഹൃദയത്തോടും വിനയ ശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നമ്മുടെ കുറവുകളെ നമുക്കൊന്ന് ഓർക്കാമോ? സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം എല്ലാം നല്ലത് എന്ന് കണ്ടു. ആ നല്ലതായ സൃഷ്ടിയെ പരിപാലിക്കുവാനായിട്ട് നമ്മെ ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുമ്പോൾ ആ സൃഷ്ടിയെ പരിപാലിക്കുവാൻ കഴിയാതെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നാം പ്രവർത്തിച്ച ജീവിത അനുഭവങ്ങളെ നമുക്ക് ഈ സമയം ഓർക്കാമോ? മനോഹരമായ ലോകത്തെ മലീമസമാക്കി ഇന്നാളുകളിൽ ഈ ലോകം നേരിടുന്ന പ്രകൃതി ക്ഷോഭങ്ങൾക്കും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കെല്ലാം കർത്താവേ, ഞാൻ കാരണക്കാരനാണെന്ന് നമുക്കൊന്ന് ഓർക്കാമോ? എപ്പോഴെല്ലാം മനുഷ്യൻ പാപം ചെയ്തുവോ ആ നിമിഷങ്ങളിലെല്ലാം തൻ്റെ സൃഷ്ടികളിലൂടെ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ലോകത്തിൽ പാപമേറി വന്ന നിമിഷം ജലപ്രളയത്തിലൂടെ ഈ സൃഷ്ടിയെ മുഴുവനുമായി ദൈവം പുതിയതാക്കി തീർത്തു. അങ്ങനെ പല അനുഭവങ്ങൾ ജീവിതത്തിൽ നൽകി. എങ്കിലും ഇതുവരെയും മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയാത്ത ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. ഈ ദിനത്തിൽ നമുക്ക് ആ ദൈവത്തോടുകൂടെ പറയാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്ന, എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്ന സകല പാപ അനുഭവങ്ങളെയും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഏറ്റുപറയുന്നുവെന്ന് നമുക്ക് ഈ സമയം ഒന്ന് ദൈവത്തോടുകൂടെ പറയാമോ? കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവിടുത്തെ കൽപ്പന അനുസരിച്ച് നടക്കാത്ത ഏവരെയും തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അവിശ്വാസത്തിൻ്റെ അനുഭവത്തെ ഒന്നുപേക്ഷിച്ച്, ദുർനടപ്പുകളെ ഉപേക്ഷിച്ച് ആ കർത്താവ് പറയുന്ന പാതയിലൂടെ ഈ ദിനത്തിൽ ഒന്ന് നടന്നീങ്ങുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ വിനയപ്പെടുത്താമോ? അതിലേക്കായി അല്പസമയം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്തി അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഇത്ര സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഈ മഹാ പാപ
ദൈവമേ ഓർക്കല്ലേ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കല്ലേ. പൂർണ്ണമായി അനുദപിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് പത്താമ്പുറത്ത് കാണുന്ന അനുതാപ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പങ്കുചേരാം. ആരാധനക്രമം പത്താമ്പുറം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി. അവിടത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതും ഇല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അനുദിനം നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന കർത്താവിന് സ്തോത്രം ചെയ്യാതെ ഇരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ഈ നാളുകളിൽ ജീവിതത്തിൽ ഭാരമേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഉപജീവനത്തിൻ്റെ സാധ്യതകൾ അസ്തമിച്ചിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇന്നയോളം നടത്തിയ ദൈവത്തെ നമുക്ക് ഒന്നോർക്കാമോ? ആരാധനക്രമം 15 പുറത്ത് കാണുന്നതായ പൊതുവിലുള്ള സ്തോത്രം. ഓരോ അപേക്ഷയുടെ പിന്നാലെ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു എന്ന് സഭ ഏറ്റുചൊല്ലേണ്ടതാകുന്നു. ആരാധനക്രമം 15 പുറം. നിത്യനായ ദൈവമേ, അങ്ങ് നീതിയും വിശുദ്ധിയും സ്നേഹവുമുള്ളവനാകയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ക്രിസ്തേശുവിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. മാതാപിതാക്കന്മാർ, മക്കൾ, ദമ്പതികൾ, സഹോദരി സഹോദരന്മാർ മുതലായി പല വിധത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സഭാ ശുശ്രൂഷകന്മാർ, ബോധകന്മാർ, അധ്യാപകന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, തൊഴിലാളികൾ, മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആടുമാടുകൾ, മഴ, വെയിൽ, നിലം, പുരയിടം, മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദിനംപ്രതിയുള്ള ആഹാരം, വസ്ത്രം, വാസസ്ഥലം എന്നീ നന്മകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നതിനായും പ്രതിസന്ധികളിൽ ദൈവ നടത്തിപ്പ് ലഭിച്ചതിനായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളെ രക്ഷിക്കുന്നതിന് ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജീവിക്കുന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവവചനം എന്ന വിശിഷ്ടാദാനത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവം നമുക്ക് നൽകുന്ന പാപക്ഷമയ്ക്കായും ക്രിസ്തുവിൽ ലഭിക്കുന്ന സമൃദ്ധിയായ ജീവനായും ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവായ ദൈവമേ, അങ്ങയുടെ നന്മയിലെല്ലാം ഇപ്പോഴും ആശ്രയിക്കാൻ ഞങ്ങൾ കൃപ ചെയ്യണമേ. അങ്ങ് ഞങ്ങൾക്ക് സദാ സമീപസ്ഥനാകുന്നുവെന്നും അവിടുത്തെ സ്നേഹം ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ലെന്നും സർവകാലത്തും നിത്യദൈവം ഞങ്ങളുടെ അഭയസ്ഥാനമാകുന്നുവെന്ന് വിശ്വസിപ്പാൻ കൃപയരുളണമേ. തികഞ്ഞ പരമാർത്ഥതയോടെ അവിടുത്തെ പിന്തുടരുവാനും പ്രശാന്തവും സമൃദ്ധവുമായ മനസ്സോടുകൂടി അവിടുത്തെ ഇഷ്ടം ചെയ്ത് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ശക്തിയുള്ളവരാക്കി തീർക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. ആമേൻ. 19 സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി വായിക്കാം. 19 സങ്കീർത്തനം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവിടുത്തെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകലിന് വാക്കു പൊഴിക്കുന്നു.
രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനും ഇല്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവുനൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. അത് മണിയറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം. വീരനെപ്പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിൻ്റെ അറ്റത്തുനിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നും ഇല്ല. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ള ആകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേങ്കട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു. അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം ഉണ്ട്. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ സമയം ഇന്നത്തേക്ക് ആവശ്യമായ തിരുവചന വേദഭാഗം നമുക്ക് ശ്രവിക്കാവുന്നതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി, നാം തടാകത്തിൻ്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു. അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി. അടുക്കെ ചെന്നു, നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെയും കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തത ഉണ്ടായി. പിന്നെ അവരോട്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു. അവരോ ഭയപ്പെട്ടു, ഇവൻ ആർ? അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞു ആശ്ചര്യപ്പെട്ടു. ക്രിസ്തുവേ, അങ്ങയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്താമോ? വീണ്ടും നാം ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഈ ദിനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിനയപ്പെടുത്താം. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ചുഴലിക്കാറ്റിൻ്റെ അനുഭവങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ പ്രാണഭയത്തോടുകൂടെ നിലവിളിക്കുന്ന കർത്താവേ, എൻ്റെ ജീവനെ രക്ഷിക്കണമേ. നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറയുന്ന ഒരു ജീവിത അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഈ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ, അങ്ങ് എൻ്റെ പടകിലുണ്ടായിരുന്നിട്ടും ഈ കാറ്റിൻ്റെ ശക്തി കണ്ട്, കർത്താവെ, വെള്ളത്തിൻ്റെ കോപത്തെ കണ്ട് ഭയന്നു നിൽക്കുന്ന അനുഭവത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എപ്പോഴൊക്കെയോ കർത്താവെ അങ്ങേ മറന്നുപോയ ജീവിത അനുഭവത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ കർത്താവെ, ഞങ്ങളുടെ നിലവിളികളെ കേൾക്കണമേ. ഈ ദിനത്തിൽ ഞങ്ങൾ തകർന്നു പോകാതെ കർത്താവെ, വീണ് ഉടഞ്ഞു പോകാതെ നിലനിൽക്കുന്നത് അങ്ങയുടെ കൃപ കൊണ്ട് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസം ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? കർത്താവെ, എൻ്റെ അധ്വാന മേഖലകൾ തകർന്നിരിക്കുന്നു. എൻ്റെ ജീവിത യാത്രകൾ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഭവനത്തിനുള്ളിൽ കർത്താവെ ഞാൻ തടവിലായിരിക്കുന്ന അനുഭവത്തിൻ്റെ മധ്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ നിലനിൽക്കുന്നത് അങ്ങയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ വായുകളെ തുറന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പറയാമോ? ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദിനമാണ്. നമ്മുടെ ജീവിതത്തെ തകർന്നു പോകാതെ
കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെയും ശക്തിയോടുകൂടെ കൽപ്പിക്കുവാൻ കഴിവുള്ള, അതിനെ അനുസരിപ്പിക്കുവാൻ കഴിവുള്ള ആ ദൈവത്തിൻ്റെ ശക്തി ഈ ദിവസം തിരിച്ചറിയുവാൻ, ഏത് കൊടുങ്കാറ്റിൻ്റെ അനുഭവത്തെയും, ഏത് മഹാമാരിയുടെ അനുഭവത്തെയും, ഏത് പ്രതിസന്ധിയുടെ അനുഭവത്തെയും ശാന്തമാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ പടകിലുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താമോ? ആ കർത്താവിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുണ്ട്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയെയും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരും ദുഃഖവും നിരാശയും വേദനയും ഇല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് ആൽഫയും ഒമേഗയുമാണ്. അവിടുന്ന് ആദിയും അന്ത്യവുമാകുന്ന കർത്താവ്. ദാഹിക്കുന്ന ഏവനും ആ ജീവന്റെ നീരുറവിയിൽ നിന്ന് സൗജന്യമായി കൊടുക്കുന്ന കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് ഈ ദിവസം ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? കർത്താവേ, ദാഹത്തോടുകൂടെ, കർത്താവേ, ഭയത്തോടുകൂടെ, വേദനയോടുകൂടെ, കണ്ണുനീരോടുകൂടെ, നിരാശയോടുകൂടെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഞാൻ നിൽക്കുകയാണ്. ഈ ആരാധനയിൽ എൻ്റെ ഹൃദയത്തെ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ അങ്ങൻ്റെ പ്രാർത്ഥനകളെ കേൾക്കണമേ. വെള്ളപ്പൊക്കത്തിലും ഒരു പെട്ടകം എനിക്കായി ഒരുക്കുന്ന കർത്താവാണ് അങ്ങ്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് അങ്ങ്. മരുഭൂമിയിലും നീരുറവ തുറക്കുന്ന ഒരു കർത്താവാണ് അങ്ങ്. ഈ വിശുദ്ധ ദിനത്തിൽ കർത്താവേ, ആ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുവാൻ, മരുഭൂമിയിൽ വരണ്ട നീരുറവയെ ഈ ദിനത്തിൽ കണ്ടെത്തുവാൻ എന്റെ ജീവിതത്തെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? കൂരുളിന്റെ താഴ്വരയിൽ കൂടെ നടന്നാലും, താഴ്വരയുടെ അനുഭവത്തിലൂടെ നടന്നു നീങ്ങുന്നുവെങ്കിൽ അതിനപ്പുറത്ത് പ്രത്യാശയുടെ ഒരു പുതിയ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ വിശുദ്ധ ദിനത്തിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? പ്രത്യേകിച്ച് COVID-19 എന്ന മഹാമാരിയുടെ അനുഭവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ ദിനത്തിൽ പ്രിയമക്കളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? അനേകർ ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് സ്വന്തമായി ജീവനെ നശിപ്പിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നവരുണ്ട്. മാനസികമായ പിരിമുറുക്കത്തിന്റെ അനുഭവങ്ങളിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. കർത്താവേ, ഈ ദിനങ്ങളിൽ ആ ഹൃദയങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ നാളുകളിൽ വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റു പലവിധമാകുന്ന രോഗങ്ങളുടെ അനുഭവങ്ങളിൽ മുന്നോട്ട് പോകുന്നവരോർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളിലെ കുഞ്ഞുമക്കൾ, നമ്മുടെ ഭവനങ്ങളിലെ യൗവന മക്കൾ, വാർദ്ധക്യ മാതാപിതാക്കന്മാർ, കുടുംബജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കുടുംബജീവിതങ്ങളിലേക്ക് പ്രവേശിച്ച് നന്മകൾ കാണുവാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ തലമുറകളെ കരുതുവാൻ കഴിയാതെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും താളം തെറ്റി ഈ നാളുകളിൽ ഭാരത്തോടുകൂടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. എല്ലാവരെയും ദൈവ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്തി നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ? മരുഭൂയാത്രാതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, മരുഭൂയാത്ര അതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം, പകൽ മേഘസ്തംഭം രാത്രിയാക്കി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തൂണായി എന്നെ അനുദിനം വഴി നടത്തും.
എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് മതിയായ കർത്താവേ, ഈ ദിവസങ്ങളിൽ മരുഭൂമിയുടെ അതികഠിനമായ പ്രതികൂലങ്ങളുടെ മധ്യത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിന്ന് അനുദിനം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ ക്ലേശങ്ങളെല്ലാം നീങ്ങിപ്പോകുന്ന, കണ്ണുനീർ മാറുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നൽകുന്ന ഒരു കർത്താവ് അങ്ങ് മാത്രമാണ്. അങ്ങയിൽ കർത്താവെ ആശ്രയിച്ചുകൊണ്ട് ഈ ദിനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരിടങ്ങളിലും വീണുപോകാതെ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ജീവിതത്തിന്റെ ഭാരങ്ങൾ കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന സകല വേദനകളും കർത്താവെ അത് അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി ഞങ്ങളങ്ങനെ വാഴ്ത്തുന്ന സ്തുതിക്കുന്ന കർത്താവെ. ഒരു മനുഷ്യന് സഹിക്കുവാൻ കഴിയുന്നതിൽ ഉപരിയായിട്ടുള്ള ഒന്നും അങ്ങ് നൽകുന്നില്ല കർത്താവെ. ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കുവാൻ കഴിയുന്നത് മാത്രമാണ് അങ്ങ് നൽകുന്നത് എന്ന് തിരുവചനത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിയുകയും അത് ആഴമായി ഗ്രഹിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലൂടെ കർത്താവെ അങ്ങ് ഞങ്ങൾക്കായിട്ട് നന്മയ്ക്കായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന, നന്മയ്ക്കായി മാത്രം കൂടി വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ ഈ ദിനങ്ങളിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിലെ സകല ഭാരങ്ങളെയും കർത്താവെ അത് കൂടുതലായിട്ട് അങ്ങ് അറിയുവാൻ, കൂടുതലായിട്ട് അങ്ങ് രുചിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു വിളിയാണ് നിങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ. ഈ ദിനങ്ങളിൽ ആ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭവനത്തിലായിരുന്നു കൊണ്ട് അങ്ങേ ആത്മാർത്ഥമായി ആരാധിക്കുവാൻ, അങ്ങേ ആത്മാർത്ഥമായി സ്തുതിക്കുവാൻ, അങ്ങേ ആത്മാർത്ഥമായി കർത്താവെ വിളിച്ചപേക്ഷിക്കുവാൻ ഈ ദിനങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഈ ദിനത്തിൽ കർത്താവെ ഈ ആരാധന തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരുന്നുവല്ലോ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ ആരാധനയിൽ ആരെങ്കിലും ഭാരത്തോടുകൂടെ, വേദനയോടുകൂടെ, നിരാശയോടുകൂടെ പങ്കെടുക്കുന്നുവെങ്കിൽ അവിടുന്ന് പ്രിയമക്കളുടെ ഉള്ളങ്ങളിൽ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധന ഹൃദയങ്ങൾ തൊട്ടുണർത്തുന്ന, ദൈവത്തിന്റെ ഇടപെടൽ അനുഭവിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓരോ ഉള്ളങ്ങളിലും ഇടപെടുന്ന ആരാധനയായി ദൈവമേ അവിടുന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേകരുടെ ജീവിതങ്ങളിൽ സൗഖ്യത്തിന്റെ കരസ്പർശനം, അനേകരുടെ ജീവിതങ്ങളിൽ ദൈവ സാന്നിധ്യത്തിന്റെ കരസ്പർശനം, സമാധാനമില്ലാത്ത ഇടങ്ങളിൽ സമാധാനത്തിന്റെ അനുഭവത്തെ ഈ നിമിഷങ്ങളിൽ ദൈവം അവിടുന്ന് പരിവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ എല്ലാ ഭവനങ്ങളിലും കഴിഞ്ഞ നാളുകളിൽ ഉള്ളതിൽ ഉപരിയായിട്ടുള്ള സന്തോഷം, സമാധാനം, രോഗസൗഖ്യത്തിന്റെ അനുഭവങ്ങൾ ഈ ദിനങ്ങളിൽ പ്രാപിച്ചു മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവേ, ഈ ദിനങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടെ മുന്നേറുമ്പോൾ വരുന്നൊരാഴ്ച കാലഘട്ടം
പ്രിയ മക്കളെ ദൈവം അവിടെ നിന്ന് തൊട്ട് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങനെ സന്തോഷത്തോടുകൂടെ കുടുംബമായി ഈ ഒരാഴ്ച കാലഘട്ടം പ്രിയ മക്കൾ യാത്ര ചെയ്ത് ദൈവഹിതമാണെങ്കിൽ വരുന്ന വിശുദ്ധ ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് മടങ്ങി വരുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. ദൈവ വചന കേൾവിയുടെ അനുഗ്രഹത്തിനായി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 475 ഗീതം നമുക്ക് ആലപിക്കാം. ഹാ മനോഹരം യാഹേ നിന്റെ ആലയം, 475 ഗീതം. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം, എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ എൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നേ, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്തു പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയിൽ, ഞങ്ങൾ ശൈഷ്ടരം എന്നും നിന്റെ ശക്തിയാം. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയിൽ, ഞങ്ങൾ ശൈഷ്ടരം എന്നും നിന്റെ ശക്തിയാം. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലവൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും
മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കേവർക്കും വീണ്ടുവരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് ദക്ഷിണ കേരള മഹാ ഇടവകയായി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം സൃഷ്ടി ദൈവമഹത്വം പ്രഘോഷിക്കുന്നു എന്നതാണ്. ക്രിയേഷൻ പ്രൊക്ലൈംസ് ഗ്ലോറി ഓഫ് ഗോഡ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. സർവസൃഷ്ടികളും ഒന്നായി അടിയങ്ങൾക്കും അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന ഏറ്റവും വിലയേറിയ അവസരത്തിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ വിനയത്തോടെ ആയിരുന്ന അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിപ്പാനായിട്ട് അടിയങ്ങൾ ഒരുങ്ങുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ നിറയ്ക്കണമേ, അടിയങ്ങളെ ശക്തീകരിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ. ക്രിയേഷൻ ഈസ് ദ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ്. സൃഷ്ടി ദൈവത്തിന്റെ വാക്കാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കിൽ നിന്ന് ഉണ്ടായതാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറും ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായം പഠിക്കുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നതായും വെളിച്ചം ഉണ്ടാകുന്നതായും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അങ്ങനെ ഈ പ്രകൃതി മുഴുവനും ദൈവം തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചു. ഇവിടെ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്രിയേഷൻ ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടി. ഉൽപ്പത്തി പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ക്രിയേഷൻ സ്റ്റോറിയെ പറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടി എന്നതിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു തിയോളജിക്കൽ ടേം ഉണ്ട്, ക്രിയേഷൻ എക്സ് നിഹിലോ. ക്രിയേഷൻ എക്സ് നിഹിലോ എന്ന ലാറ്റിൻ ഫ്രേസിന് നൽകപ്പെട്ടിരിക്കുന്ന അർത്ഥം ഇതാണ്: ക്രിയേഷൻ ഔട്ട് ഓഫ് നത്തിങ്, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള സൃഷ്ടി. ഗോഡ് ക്രിയേറ്റ് എവറിത്തിങ് ഫ്രം നത്തിങ്. സകലത്തെയും ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവനും ദൈവം തന്റെ വാക്കിനാൽ സൃഷ്ടിച്ചതാണ്. നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ, നമുക്കൊരു വസ്തു ഉണ്ടാക്കണമെങ്കിൽ അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ ഉണ്ടാക്കുവാനായിട്ട് നമുക്കൊരിക്കലും സാധിക്കുകയില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവമഹത്വം വെളിവാകപ്പെടുന്നത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറും ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വാസത്താൽ അറിയുന്നു എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന ലോകത്തിന്, അഥവാ ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് ദൃശ്യമായ ഒന്നുമല്ല കാരണം എന്ന് വരുമാറും ദൈവം തന്റെ വചനത്താൽ പ്രപഞ്ചത്തെ മുഴുവനും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് വചനം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവത്തിന്റെ അതിമഹത്തായ മഹത്വത്തെ നമുക്കേവർക്കും ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രകൃതി ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു. പ്രകൃതി ദൈവമഹത്വത്തെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 19-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിതാനം
അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവിക സൃഷ്ടിയുടെ മനോഹരമായിട്ടുള്ളൊരു വർണ്ണന 104-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മിൽ നമുക്ക് ദൈവത്തിന്റെ മഹത്വത്തെ യഥാർത്ഥമായിട്ട് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ മഹത്വത്തെ യഥാർത്ഥമായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം പ്രകൃതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അവിടെ ദൈവ സൃഷ്ടിയുടെ മഹത്വത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം വീട്ടുവളപ്പിൽ വച്ചുണ്ടാക്കുന്ന പച്ചക്കറി തോട്ടത്തിലേക്കോ പൂന്തോട്ടത്തിലേക്കോ നാം ഒന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷമില്ലേ? നമ്മുടെ മനസ്സിന് ലഭ്യമാകുന്ന ഒരു കുളിർമയില്ലേ? ഈ പൂവിന്റെ ഭംഗി, സ്വാദുള്ള ഫലങ്ങൾ, ഇവയൊക്കെ എങ്ങനെയുണ്ടായി? ഇവയൊക്കെ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു? നാം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ അവിടെ നാം കാണുകയാണ്. വളർത്തു മൃഗങ്ങളില്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുകയില്ല. എല്ലാ ഭവനങ്ങളിലും വളർത്തു മൃഗങ്ങൾ ഉണ്ടാകും. മനസ്സ് വേദനിച്ചിരിക്കുന്നതായിട്ടുള്ള സമയത്തിൽ വീട്ടിലെ മൃഗം കാണിക്കുന്നതായിട്ടുള്ള സ്നേഹം, ആ മൃഗത്തിന്റെ കുസൃതി എന്തുമാത്രം ആനന്ദമാണ് നമുക്ക് നൽകുക, എന്തുമാത്രം ടെൻഷനാണ് നമ്മിൽ നിന്ന് എടുത്തു മാറ്റുക. ഈ ജീവജാലങ്ങളും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ഇവരെ കാണുമ്പോഴും ഇവരുടെ സ്നേഹവും ഇവരുടെ കുസൃതിയും നാം കാണുമ്പോഴും ദൈവത്തിന്റെ മഹത്വത്തെ നാം അവിടെ തിരിച്ചറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, പ്രകൃതിയിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ ദൈവമഹത്വത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മിലേക്ക് തന്നെ നാം ഒന്ന് നോക്കുമ്പോൾ അവിടെ ദൈവ സൃഷ്ടിയുടെ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്രകാരം പാടാറില്ലേ? സർവസൃഷ്ടികളും ഒന്നായി സ്തുതിക്കുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാനെന്ന്. വെറുതെയല്ല ഈ പാട്ട് പാടുന്നത്. ഈ പാട്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതായ വലിയ അർത്ഥമുണ്ട്. നാം മാത്രമല്ല ഇവിടെ സ്തുതിക്കുന്നത് ദൈവത്തെ. പ്രകൃതി മുഴുവനും സകല ചരാചരങ്ങളും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രകൃതി മുഴുവനും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, സകല ജീവജാലങ്ങളും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവമഹത്വത്തെ വർണ്ണിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ദൈവമഹത്വത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ടത് ഏറെ ആവശ്യമത്രേ. ഒടുവിലായി നാം ദൈവിക സൃഷ്ടിയെ പരിപാലിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നാം ദൈവിക സൃഷ്ടിയെ പരിപാലിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് കൽപ്പിച്ചു. സർവത്തെയും വാഴുവാൻ ദൈവം അവർക്ക് അധികാരം നൽകി. എന്നാൽ ഈ അധികാരം ദുർവിനിയോഗിക്കുകയും ദൈവ സൃഷ്ടിയെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് പാപമാണ്. സൃഷ്ടിയെ വാഴുക എന്ന് പറയുമ്പോൾ അതിനെ പരിപാലിക്കുക എന്ന ഉത്തരവാദിത്വവും മനുഷ്യന് ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു: ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വാട്ട് ഈസ് അവർ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ ക്രിയേഷൻ? സൃഷ്ടിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത എന്താണ്? സൃഷ്ടിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു? ഐസക് ന്യൂട്ടന്റെ 3rd ലോ ഓഫ് മോഷനിൽ ഇപ്രകാരമാണ് പറയുന്നത്: എവറി ആക്ഷൻ there is an
ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പ്രകൃതിയെ കാക്കുവാൻ നിയോഗിച്ച നമ്മൾ തന്നെ അതിനെ നശിപ്പിക്കുകയാണോ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കെല്ലാം കാരണം എന്താണ്? നമ്മുടെ പ്രകൃതിയിലുണ്ടായിരുന്ന മലകൾ എവിടെ? നമ്മുടെ പ്രകൃതിയിലുണ്ടായിരുന്ന വയലുകൾ എവിടെ? കാടുകൾ എവിടെ? ഇവയെല്ലാം മനുഷ്യൻ തന്റെ സ്വാർത്ഥ ലാഭത്തിനായി, സ്വാർത്ഥ ഇഷ്ടങ്ങൾക്കായിട്ട് നശിപ്പിച്ചു കളഞ്ഞില്ലേ? ന്യൂട്ടന്റെ ലോ പറയുന്ന പ്രകാരം ഓരോ ആക്ഷനും അതിൻ്റെതായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മനുഷ്യൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം തന്നെയാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്നത്. പ്രകൃതിയിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയതായിട്ടുള്ള ചെയ്ത്തിന്റെ ഫലങ്ങളാണ് ഇന്ന് മനുഷ്യൻ പ്രകൃതി ദുരന്തങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിയെ നാം സംരക്ഷിച്ചില്ല എങ്കിൽ വരുന്ന തലമുറയ്ക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രകൃതിയെ സമ്മാനിക്കുവാനായിട്ട് ഈ തലമുറയിലുള്ള നമുക്കൊരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല. ഈ കൊറോണ കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. വെറുതെ വീട്ടിലിരുന്ന സമയത്ത് തരിശായി കിടന്ന ഭൂനിലങ്ങളെ വിളഭൂമിയാക്കി മാറ്റുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അപ്രകാരം എല്ലാവർക്കും ചെയ്യാനായിട്ട് സാധിച്ച ഒരു അനുഗ്രഹീതമായിട്ടുള്ള പ്രകൃതിയെ, ആ പഴയ പ്രകൃതിയെ വരുന്ന തലമുറയ്ക്ക് സമ്മാനിക്കുവാനായിട്ട് നമുക്കേവർക്കും സാധിക്കും. നമ്മുടെ ഉത്തരവാദിത്വം നാം വിശ്വസ്തയോടെ നിറവേറ്റുകയാണ് വേണ്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉണ്ടാക്കിയ ദൈവം മുൻപിൽ നമുക്ക് വിനയത്തോടെ ആയിരിക്കാം. ദൈവിക സൃഷ്ടിയിൽ നിന്ന് ദൈവ മഹത്വത്തെ നമുക്ക് തിരിച്ചറിയാം, അതിനെ ഉൾക്കൊള്ളാം. പ്രകൃതിയെ, സൃഷ്ടിയെ സംരക്ഷിക്കുക എന്ന കടമ വിശ്വസ്തയോടെ നമുക്ക് നിർവഹിക്കാം. പുതിയ സൃഷ്ടികളായി നമുക്ക് ഏവർക്കും മാറാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാം കേട്ട തിരുവചന സത്യത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളായി ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന കർത്താവേ, ഈ ദിനത്തിൽ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടിയുടെ അനുഭവങ്ങളെ യഥാർത്ഥമായി ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ, ഞങ്ങളുടെ ചുറ്റുപാടുകളെ തിരിഞ്ഞു നോക്കി കർത്താവേ, ഞങ്ങൾ അതിൽ വരുത്തിയ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് പുനർസൃഷ്ടിക്കുവാൻ ദൈവം അവിടുന്ന് ഈ ദിനത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവെ സൃഷ്ടിക്ക് വിരോധമായി പല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും കർത്താവെ ഞങ്ങൾ കാരണക്കാരായി തീർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി ദൈവ സന്നിധിയിലേക്ക് വിനയപ്പെടുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഈ ആരാധനയിലൂടെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവെ മുന്നോട്ട് യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വരുന്ന ഒരാഴ്ച കാലഘട്ടം ഈ കർത്താവെ ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിത യാത്രകൾ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ മക്കളുടെ വരുന്ന ഒരാഴ്ച കാലഘട്ടമുള്ള പ്രവർത്തനങ്ങളിൽ ദൈവ കൃപ കൂടെ ഇരിക്കണം. വരുന്ന ആളുകൾ കർത്താവെ ഈ ലോക്ക്ഡൗണിൻ്റെ അനുഭവങ്ങളിൽ നിന്നെല്ലാം പുറത്തേക്ക് വരുവാനും ഞങ്ങൾ സ്വതന്ത്രരായി മുന്നോട്ട് പോകുവാനും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാടുകളിൽ ഒരു ഭവനങ്ങളിലും കണ്ണുനീരിൻ്റെയും വേദനയുടെയും നിലവിളികളുടെയും ശബ്ദം ഉയരാതെ വണ്ണം ദൈവം ഓരോ ഭവനങ്ങളിലും അവിടെ ദൂതന്മാരെ അയച്ചു അവിടുന്ന് കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വരുന്ന ആളുകളിൽ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് അങ്ങേ ആരാധിക്കുന്ന നിമിഷം വരെയും കർത്താവെ പ്രിയ മക്കളെ അവിടെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. ആശീർവാദം സ്വീകരിക്കാം. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകളായി ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ. ആകാശത്തിലുള്ള അനുഗ്രഹവും പൂക്കളുടെയും
ധാന്യങ്ങളുടെയും അനുഗ്രഹവും മാമലകളുടെ ഐശ്വര്യ സമൃദ്ധിയും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും സമാധാനവും എപ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.